പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെയും യൂട്യൂബിലുമായി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. മഹാനായ സ്പർജൻ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: ദൈവം തൻ്റെ മക്കളെ വീഴാതെ കാത്തു സൂക്ഷിക്കുന്നു, എന്നാൽ അതിനായി ചില മാർഗരേഖകൾ അവിടുന്ന് വച്ചിരിക്കുന്നു. നിങ്ങൾ ഹൈറേഞ്ച് പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ റോഡിൻ്റെ അപകടകരമായിട്ടുള്ള വശങ്ങളിൽ വാർണിംഗ് സൈൻസ്, മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. മുന്നിൽ കീഴ്ക്കാൻ തൂക്കായ പാറയാണ്, ശ്രദ്ധിക്കുക. ആരും ഇങ്ങനെയുള്ള അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ ചൂണ്ടുപലകകൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം പറയുന്നു, എൻ്റെ കുഞ്ഞെ, നീ ഈ പാറക്കെട്ടിൽ വീണാൽ നീ തകർന്നു പോകും. ഒരു ദൈവ പൈതൽ ഇങ്ങനെയൊരു മുന്നറിയിപ്പ് കണ്ടാൽ അവൻ എന്താണ് ചെയ്യേണ്ടത്? പിതാവേ, എന്നെ കാത്തുകൊള്ളണമേ, എൻ്റെ കയ്യിൽ പിടിച്ചുകൊള്ളണമേ, എന്നാൽ ഞാൻ സുരക്ഷിതനായിരിക്കും. ഇതൊരു വിശ്വാസിയെ ദൈവത്തെ കൂടുതൽ ആശ്രയിക്കുന്നതിലേക്കും വിശുദ്ധമായ ഭയത്തിലേക്കും ജാഗ്രതയിലേക്കും അവനെ നയിക്കുന്നു. ദൈവം വച്ചിരിക്കുന്ന അപകട സൂചനകളെ അവഗണിച്ച് മുന്നേറിയാൽ ഉണ്ടാകാവുന്ന വലിയ അപകടത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അതിനായി എബ്രായ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 7 മുതൽ 11 വരെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 7 മുതൽ 11 വരെ വാക്യങ്ങൾ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് 40 ആണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എൻ്റെ വഴികളെ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവിടുത്തെ ദിവ്യമായ വചനമായി തിരുസന്നിധിയിൽ നിൽക്കുവാൻ ഇങ്ങനെ ഒരു അവസരം നൽകിയതോർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ വചനം അതായിരിക്കുന്നത് പോലെ തന്നെ പങ്കുവയ്ക്കുവാൻ അവിടുത്തെ ആത്മാവിനാൽ അടിയനെ ബലപ്പെടുത്തണമേ. അങ്ങയുടെ വചനത്തിന് മുമ്പാകെ ഞങ്ങളുടെ ഹൃദയങ്ങളെ താഴ്ത്തുവാനും അങ്ങയോട് മത്സരിച്ച് ഞങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടാതിരിപ്പാനും അതുവഴി അങ്ങയിൽ നിന്ന് അകന്നു പോകാതിരിപ്പാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോ നീ സ്വീകരിക്കണം സ്വർഗസ്ഥ പിതാവേ. ഈ വേദഭാഗത്തിൻ്റെ കേന്ദ്രാശയം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തെ അവിശ്വസിച്ചും ദൈവവചനത്തോട് മത്സരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കിയാൽ ദൈവത്തിൻ്റെ ന്യായവിധി എന്ന ഭവിഷ്യത്തിനെ അഭിമുഖീകരിക്കുക എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ച ഏറ്റവും വലിയ അപകടം എന്നത്. ഞാൻ ആവർത്തിക്കാം. ദൈവത്തെ അവിശ്വസിച്ചും ദൈവവചനത്തോട് മത്സരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കിയാൽ ദൈവത്തിൻ്റെ ന്യായവിധിയെ അഭിമുഖീകരിക്കുക എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ച ഏറ്റവും വലിയ അപകടം. സിൻസ് ദ കോണ്ടസ്റ്റ് ഈസ് ദ കിങ്, ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ദ കോണ്ടസ്റ്റ്. സന്ദർഭം പരമപ്രാധാന്യമർഹിക്കുന്നതിനാൽ സന്ദർഭത്തിൽ നിന്ന് ഞാനിത് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. ഈ വേദഭാഗം ആരംഭിക്കുന്നത് അതുകൊണ്ട് എന്ന വാക്കിലാണ്. അതായത് മുൻപ് പറഞ്ഞ വാദഗതിയുടെ ഒരു പരിസമാപ്തി അഥവാ കൺക്ലൂഷൻ അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ എന്ന നിലയിലാണ് ലേഖനകാരൻ ഇത് അവതരിപ്പിക്കുന്നത്.
മുന്നമേ പറഞ്ഞ വാദഗതി എന്തായിരുന്നു? ദൈവപുത്രൻ നൽകുന്ന ആത്മവിശ്വാസവും ധൈര്യവും അവസാനത്തോളം മുറുകെ പിടിക്കുക എന്നതാണ് 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലെ വാണിംഗ് അഥവാ മുന്നറിയിപ്പ് എന്നത്. ദൈവപുത്രൻ നൽകുന്ന ആത്മവിശ്വാസവും ധൈര്യവും അവസാനത്തോളം മുറുകെ പിടിക്കുക. ഇതിൽ തന്നെ ഒരു ദുസൂചനയുണ്ട്. അവർ ലൈഫ് ഈസ് നോട്ട് ഗോയിങ് ടു ബി എ സ്മൂത്ത് സെയിലിംഗ്. അതായത് നമ്മുടെ ക്രിസ്തീയ ജീവിതം എപ്പോഴും വളരെ സുഖകരമായി പോകും എന്നതിന് യാതൊരു നിർബന്ധവുമില്ല. ഈ ഒരു മുന്നറിയിപ്പ് ഒരു സുദീർഘമായ ദൃഷ്ടാന്തത്തിലൂടെ ശക്തിപ്പെടുത്തുകയും കൂടുതൽ ശക്തമായി പ്രായോഗികമാക്കുവാൻ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വേദഭാഗമാണിത്. ഇസ്രയേലിൻ്റെ നെഗറ്റീവായ ഒരു ഉദാഹരണമാണ് അതിന് ലേഖനകാരൻ ഇവിടെ ഉപയോഗിക്കുന്നത്. സങ്കീർത്തനം 95-ൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് അതിനുവേണ്ടി ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. സങ്കീർത്തനത്തിൽ വിവരിച്ചിരിക്കുന്ന ഇസ്രയേലിൻ്റെ സാഹചര്യത്തെ ഈ കത്തിൻ്റെ സ്വീകർത്താക്കളുടെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി വിശ്വാസത്തിലും അനുസരണത്തിലും ഉറച്ചു നിൽക്കുവാനുള്ള ഒരു പ്രോത്സാഹനവും ഒരു മുന്നറിയിപ്പുമായിട്ട് അതിനെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇത് ഒരേ സമയം ഒരു മുന്നറിയിപ്പും അതേസമയം ഒരു പ്രോത്സാഹനവുമാണ്. മുന്നറിയിപ്പും പ്രോത്സാഹനവും. മോശയോടൊപ്പം ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന തലമുറയെ ദൈവം വാഗ്ദാനം ചെയ്ത സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് അവരുടെ ഹൃദയകാഠിന്യം തടഞ്ഞു. ഇതാണ് ഈ ഉദ്ധരണിയുടെ ഊന്നൽ എന്ന് പറയുന്നത്. അതായത് ഇസ്രയേലിനെ അവരുടെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നതിൽ വിലങ്ങുതടിയായി നിന്നത് അവരുടെ ഹൃദയ കാഠിന്യമാണ്. അതായത് ദൈവവചനത്തിനെതിരെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്നാണ് ഇതുകൊണ്ട് ലേഖനകാരൻ ഇവിടെ അർത്ഥമാക്കുന്നത്. തുടർന്ന് ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക എന്ന ആശയം ഇവിടെ സുവിശേഷം ലഭിച്ചവർക്ക് ബാധകമാക്കുകയാണ്. അപ്പോൾ ഒന്നാമതായി ഈ വേദഭാഗത്ത് നിന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ദൈവത്തിൻ്റെ വചനമായ ബൈബിളിന് നിങ്ങൾ ചെവി കൊടുക്കണം എന്ന കാര്യമാണ്. നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ദൈവത്തിൻ്റെ വചനമായ ബൈബിളിന് നിങ്ങൾ ചെവി കൊടുക്കുക. പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സങ്കീർത്തനം 95-ൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നത്. പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു. ഇതിൽ നിന്നും 2 കാര്യങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്നാമത്തെ കാര്യം ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ് എന്നതാണ്. ബൈബിൾ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിശ്വസിക്കപ്പെട്ട് ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരാൽ എഴുതപ്പെട്ടതാണ് ബൈബിൾ. ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്ന സങ്കീർത്തന വേദഭാഗത്തിൻ്റെ രചയിതാവ് ദാവീദ് ആണെങ്കിലും അതിൻ്റെ ആത്യന്തിക ഉറവിടം എന്നത് ദൈവം തന്നെയാണ്. ഈ കാര്യം 2 ശമൂവേൽ 23-ൻ്റെ 1-2 വാക്യങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. ദാവീദ് തൻ്റെ പാട്ടുകൾ എഴുതിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അവനിലൂടെ സംസാരിച്ചു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവ് ദാവീദിലൂടെ സംസാരിച്ചു. 2 ശമൂവേൽ 23-ൻ്റെ 2-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു, അവൻ്റെ വചനം എൻ്റെ നാവിന്മേൽ ഇരിക്കുന്നു. യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു,
അവൻ്റെ വചനം എൻ്റെ നാവിന്മേലിരിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ദാവീദ് എഴുതി. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ബൈബിൾ ദൈവനിശ്വാസീയമാണ്, അല്ലെങ്കിൽ ബൈബിൾ ദൈവശ്വാസീയമായ ഒരു പുസ്തകമാണ്. അതിന് പിൻബലമേകുന്ന ഒരു വാക്യമാണ് 2 തിമോത്തി 3:16. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. നിങ്ങളൊക്കെ മനഃപ്പാഠമാക്കിയിരിക്കുന്ന ഒരു വാക്യമാണ് ഇത് എന്ന് എനിക്കറിയാം. തിരുവെഴുത്തുകളെല്ലാം ദൈവശ്വാസീയമാണ്. അവ ഒന്നൊഴിയാതെ ദൈവശ്വാസീയമാണ്. ബൈബിൾ ലോകത്തിലെ മറ്റേതൊരു പുസ്തകത്തെയും പോലെയല്ല. ഇത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതപ്പെട്ടതാണ്. ഇറ്റ് ഈസ് ഗോഡ് ബ്രീത്ത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസത്താൽ ഉളവായതാണ്. ഗോഡ് ഈസ് ദ റിയൽ ഓതർ. ദൈവമാണ് ഈ പുസ്തകത്തിൻ്റെ ഉപജ്ഞാതാവ്. മാത്രമല്ല, അതിൻ്റെ 4 പ്രയോജനങ്ങളെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്: ഉപദേശം, ശാസന, ഗുണീകരണം, നീതിയിലെ അഭ്യാസം. ഉപദേശം, ശാസന, ഗുണീകരണം, നീതിയിലെ അഭ്യാസം. ഈ 4 പ്രയോജനങ്ങളെക്കുറിച്ച് അല്പമായിട്ട് ഞാൻ വിശദീകരിക്കാം. ഒന്നാമതായിട്ട്, ദൈവവചനം ടീച്ചിങ് അഥവാ ഉപദേശത്തിന് ഉപകരിക്കുന്നു. അതായത് ആരോഗ്യം, സാമ്പത്തികം, വ്യക്തിബന്ധങ്ങൾ, ആശയവിനിമയം, ഒരു പുരുഷൻ എങ്ങനെയായിരിക്കണം, ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം, ധാർമ്മികമായി ശരിയും തെറ്റും എന്താണ്, എങ്ങനെ ജീവിക്കണം എന്നിങ്ങനെ നിരവധി വിഷയങ്ങളിൽ ബൈബിൾ ഉൾക്കാഴ്ച നൽകുന്നു. കുറച്ചുകൂടി സ്പെസിഫിക്കായിട്ട് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്, ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം എന്താണ്, നിങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ഈ ചോദ്യങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം ഉത്തരം നൽകുന്നു. രണ്ടാമതായിട്ട്, ശാസന എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് എലീക്കോ അർത്ഥമാക്കുന്നത് കുറ്റപ്പെടുത്തുക, നിരാകരിക്കുക, കുറ്റക്കാരനായ വ്യക്തിക്ക് ലജ്ജ ഉളവാക്കുക എന്നൊക്കെയാണ്. ബൈബിൾ നാം സത്യസന്ധമായും ശ്രദ്ധയോടെയും വായിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്തകൾക്കും സ്വഭാവത്തിനും പെരുമാറ്റത്തിനും ബൈബിൾ ഒരു അളവുകോലായിട്ട് മാറുന്നു. ദൈവത്തിൻ്റെ നിലവാരങ്ങൾക്കും പ്രതീക്ഷകൾക്കും വിപരീതമായി നാം എത്രയോ കുറവുള്ളവരാണ് എന്ന് ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നു. മൂന്നാമതായിട്ട്, ഗുണീകരണം, എപ്പാനോർത്തോസിസ്. നിങ്ങൾ കുറവുള്ളവരാണ് എന്ന് ചൂണ്ടിക്കാണിച്ച ശേഷം അടുത്ത പടി എന്നത് തിരുത്തൽ. അതായത് നേരുള്ളതോ ശരിയായതോ ആയ പാതയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുക, അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുക, നേരായ മാർഗത്തിൽ നമ്മെ നടത്തുക. നിങ്ങളുടെ ജീവിതം ഇനിയും എത്രയോ മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് അത് കാണിച്ചു തരുന്നു. അതുകൊണ്ട് ദൈവവചനം നമ്മിൽ കാണിച്ചു തരുന്ന തെറ്റുകളെ തിരുത്തി നാം യഥാസ്ഥാനപ്പെടേണ്ടത് ആവശ്യമാണ്. നാലാമതായിട്ട്, നീതിയിലെ അഭ്യാസം. ഈ പദം അർത്ഥമാക്കുന്നത് ദൈവത്തോട് ശരിയായ ബന്ധത്തിൽ ജീവിക്കുക എന്നതാണ്, അല്ലെങ്കിൽ ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള നിലയിൽ ജീവിക്കുക. നീതിയോടെ ജീവിക്കുന്നവർ ഈ ലോകത്തിൽ തീരെ വിരളമാണ്. അതുകൊണ്ട് ഒരു നീതിമാനായ വ്യക്തി തൻ്റെ ശരിയായ പെരുമാറ്റത്താൽ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. നാം രാവിലെ സമയം കേട്ടു, നോഹ ആ കാലത്തെ മനുഷ്യരിൽ നിന്നൊക്കെയും വേറിട്ട് നിൽക്കുന്ന
ഒരു വ്യക്തിയാണ് എന്ന കാര്യം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ച ഉപദേശം നൽകുന്നു. അതിൽ വന്നുപോയിട്ടുള്ള കുറവെന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. അതെങ്ങനെ തിരുത്തി ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള നിലയിൽ ജീവിക്കുവാൻ സാധിക്കും എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നു. ദൈവവചനത്തിൻ്റെ നിശ്വാസ്യതയെക്കുറിച്ച് പറയുമ്പോൾ അവഗണിക്കുവാൻ പറ്റാത്ത മറ്റൊരു വാക്യമാണ് 2 പത്രോസ് 1:21. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. വചനം മനുഷ്യനിൽ നിന്ന് ഉത്ഭവിച്ചതല്ല, അത് മനുഷ്യൻ്റെ തീരുമാനത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതുമല്ല, അത് മനുഷ്യൻ്റെ ചിന്തകളും ആശയങ്ങളുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ വാദങ്ങളും നിർദ്ദേശങ്ങളും മനുഷ്യന് നൽകുന്ന മുഖാന്തരമാണ് ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ് എന്ന് കേൾക്കുമ്പോൾ മനുഷ്യർ കേവലം യാന്ത്രികമായി ഉപയോഗിക്കപ്പെട്ടു എന്ന് നാം ചിന്തിക്കരുത്. ബൈബിളിൻ്റെ മൂലഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ തങ്ങളുടെ പ്രത്യേക സാഹചര്യങ്ങളിൽ തങ്ങളുടെ പദാവലിയും വ്യക്തിത്വവും അനുഭവങ്ങളും എല്ലാം സമന്വയിപ്പിച്ച് എഴുതിയ ഒരു പുസ്തകമാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ തങ്ങളുടേതായിട്ടുള്ള പ്രത്യേകമായ സാഹചര്യങ്ങളിൽ തങ്ങളുടെ പദാവലിയും വ്യക്തിത്വവും അനുഭവങ്ങളും എല്ലാം സമന്വയിപ്പിച്ച് എഴുതിയതാണ് ബൈബിൾ. അവർ എഴുതിയ ഓരോ വാക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മേൽനോട്ടത്തിൽ എഴുതി. ചില ഭാഗങ്ങൾ മാത്രമല്ല, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്. അവരുടെ ബുദ്ധിയോ അവരുടെ വ്യക്തിഗത സാഹിത്യ ശൈലിയോ വ്യക്തിത്വമോ ഹനിക്കപ്പെടാതെ തികഞ്ഞ കൃത്യതയോടെ തിരുവെഴുത്തുകൾ രേഖപ്പെടുത്തുവാൻ ദൈവം അവരെ പ്രാപ്തരാക്കി. അതുകൊണ്ട് തിരുവെഴുത്തുകൾ അപ്രമാദിത്യവും അബദ്ധരഹിതവുമാണ്. ഇറ്റ് ഈസ് ഇൻഫാലിബിൾ ആൻഡ് ഇന്നറാൻറ്റ്. എന്നാൽ കത്തോലിക്കർ പോപ്പിന് അപ്രമാദിത്യം കൽപ്പിക്കുകയും ബൈബിളിൻ്റെ പ്രാധാന്യത്തെക്കാൾ സഭയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് അവരുടെ ആശയങ്ങളും ആചാരങ്ങളും ബൈബിളിന് വിരുദ്ധമായിരിക്കുന്നത്. അത് ദൈവവചനത്തോട് കാണിക്കുന്ന ഒരു വലിയ അപരാധമാണ്. മറ്റൊരു മതഗ്രന്ഥത്തിനും ഇങ്ങനെയൊരു അവകാശവാദം ഉന്നയിക്കുവാനായിട്ട് കഴിയുകയില്ല. അവയൊക്കെയും മനുഷ്യൻ്റെ ചിന്തയിലും ഭാവനയിലും ഉരുത്തിരിഞ്ഞു വന്നതാണ്. അതിൽ അനവധി തെറ്റുകളും പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളും നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. എന്നാൽ അതിന് വിരുദ്ധമായി ബൈബിൾ തെറ്റാവരമുള്ള പുസ്തകമാണ്. അതിൽ യാതൊരു അബദ്ധവും കടന്നുകൂടിയിട്ടില്ല. അപ്പോൾ അപ്രമാദിത്യമുള്ള ഏക ഗ്രന്ഥം ബൈബിളാണ്. അതുകൊണ്ട് ബൈബിൾ ദൈവവചനമാണ് എന്ന നിലയിൽ സ്വീകരിക്കുന്നവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും അല്ലാത്തവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ മറ്റേതൊരു മതഗ്രന്ഥത്തെയും അനുസരിച്ചു എന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് അവർക്ക് മോചനമുണ്ടാവുകയില്ല. തുടർന്ന് ലേഖനകാരൻ ഇപ്രകാരം പറയുന്നു: ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ. ഇതിൽ നിന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സബ് പോയിന്റ് എന്നത് ബൈബിളിൻ്റെ വർത്തമാനകാല പ്രസക്തിയാണ്. ബൈബിളിൻ്റെ വർത്തമാനകാല പ്രസക്തി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട വചനമാണെങ്കിലും വർത്തമാനകാല മനുഷ്യർക്ക്, പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾക്ക് ഇത് തികച്ചും
ബാധകമായ ഒന്നാണ്. ബൈബിളിലെ സാർവത്രിക സത്യങ്ങൾ, യൂണിവേഴ്സൽ ട്രൂത്ത്സ്, അന്നത്തെ ആളുകൾക്ക് എന്ന പോലെ ഇന്നത്തെ വിശ്വാസികൾക്കും ബാധകമാണ്, അത് പ്രസക്തമാണ്. ഏകദേശം BC 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മോശയുടെ കാലത്ത് സംഭവിച്ച ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത്. മോശയുടെ കാലശേഷം ഏകദേശം 600 വർഷങ്ങൾക്ക് ശേഷമാണ് ദാവീദ് ജീവിച്ചിരുന്നത്. ദാവീദിൻ്റെ വാഴ്ചയുടെ കാലഘട്ടം എന്ന് പറയുന്നത് BC 1010 മുതൽ BC 970 വരെയാണ്. അന്ന് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയപ്പോൾ മോശയുടെ കാലത്തെ ചരിത്രം ഓർത്തുകൊണ്ടാണ് തൻ്റെ കാലത്തെ തലമുറയ്ക്ക് ഈ മുന്നറിയിപ്പ് ആവർത്തിക്കുന്നത്. ദൈവജനം അവരുടെ ഹൃദയം ദൈവത്തിനെതിരെ കഠിനമാക്കിയാൽ അവരുടെ പൂർവികർക്ക് നേരിട്ട ഭയാനകമായിട്ടുള്ള അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് അന്ന് ദാവീദ് തൻ്റെ തലമുറയെ ഓർപ്പിച്ചത്. അതിനുശേഷം ഏകദേശം 1000 വർഷങ്ങൾക്ക് ശേഷമാണ്, അതായത് AD 60-62 കാലഘട്ടത്തിലാണ് എബ്രായ ലേഖനം എഴുതപ്പെട്ടത്. അപ്പോൾ എബ്രായ ലേഖനകാരൻ ഇതേ കാര്യം ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ജനങ്ങളോട്, അഥവാ നമ്മോട് പറയുന്നു, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. ഇതിൻ്റെയൊക്കെ സാരം എന്നത് ആദവും ഹവ്വയും ദൈവത്തിൻ്റെ വചനത്തോട് കാണിച്ച അവിശ്വാസവും അനുസരണക്കേടും ഇന്നും ജനങ്ങളിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അതിനോട് മത്സരിക്കരുത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഈ സങ്കീർത്തനം ഇന്ന് നിങ്ങൾ വായിച്ചു കേൾക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം എന്നാണ്. ഇന്ന് നിങ്ങൾ വചനം വായിക്കുമ്പോൾ അതിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഹൃദയം അതിനെതിരെ കഠിനമാക്കരുത്. നിങ്ങളുടെ ഹൃദയം അതിനെതിരെ മത്സരിപ്പിക്കരുത്. അതായത് തിരുവെഴുത്തുകൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും മുന്നറിയിപ്പുകളുമാണ്. അവ ശ്രദ്ധിക്കുക, വിശ്വസ്തയോടെ അവയെ അനുസരിക്കുക. ഈ വേദഭാഗത്തു നിന്നും രണ്ടാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം നിങ്ങളോട് തൻ്റെ വചനത്തിലൂടെ സംസാരിക്കുമ്പോൾ അവിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്ന കാര്യമാണ്. അവിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. 7-ാം വാക്യം ഒരിക്കൽ കൂടി വായിച്ച് അതിൻ്റെ 2-ാം ഭാഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഇത് 95-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിൻ്റെ ഉദ്ധരണിയാണ്. എന്നാൽ സങ്കീർത്തനം 95-ൻ്റെ 8-ാം വാക്യവും എബ്രായ ലേഖനത്തിലെ ഉദ്ധരണിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സങ്കീർത്തനത്തിൽ നാം കാണുന്നത്, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്നാണ്. മെരീബ എന്ന വാക്കും മസ എന്ന വാക്കും എബ്രായ ലേഖന ഉദ്ധരണിയിലില്ല. അതിനു പകരം മെരീബ, മസ എന്ന വാക്കുകളുടെ ആശയമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മെരീബ എന്ന എബ്രായ വാക്കിൻ്റെ അർത്ഥം മറുതലിപ്പ്, വഴക്ക്, കുറ്റം കണ്ടുപിടിക്കൽ എന്നൊക്കെയാണ്. അതുപോലെ മസ എന്ന ഹെബ്രായ പദത്തിൻ്റെ അർത്ഥം പരീക്ഷിക്കുക, ശോധന ചെയ്യുക. ഈ അർത്ഥങ്ങളാണ് എബ്രായ ബൈബിളിൻ്റെ ഗ്രീക്ക് പരിഭാഷയായ സെപ്റ്റജിൻറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എബ്രായ ലേഖനകാരൻ സെപ്റ്റജിൻറ്റിൽ നിന്നുള്ള ഉദ്ധരണിയാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. മരുഭൂമിയിൽ പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ
നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഇതൊരു കണ്ടീഷൻ അഥവാ വ്യവസ്ഥയോടുകൂടിയ കൽപ്പനയാണ്. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. മരുഭൂമിയിൽ വെച്ചുണ്ടായ മത്സരം എന്താണ് എന്നാണ് തുടർന്ന് ലേഖനകാരൻ ഇവിടെ വിശദീകരിക്കുന്നത്. 9-ാം വാക്യം, അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. ഇപ്പോൾ ലേഖനകാരൻ സംസാരിക്കുന്ന എബ്രായ വിശ്വാസികളുടെ പൂർവികരുടെ കാര്യമാണ് താൻ അവരോട് പറയുന്നത്. അതായത് മോശയുടെ കാലത്ത് സംഭവിച്ച കാര്യം അതെന്താണ് എന്ന് അല്പമായി ഞാൻ വിശദീകരിക്കാം. ഇസ്രയേൽ ജനം മരുഭൂമിയിൽ കഷ്ടത നേരിട്ടപ്പോൾ അവരെ അതിൽ നിന്നും വിടുവിച്ച് ദൈവം അബ്രാഹാമിനോട് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം അവർക്ക് കൊടുക്കാമെന്ന് ആഗ്രഹിച്ചു. അതിനായി യാഹ്വേ മോശയെ ഫറവോൻ്റെ അടുക്കൽ അയക്കുന്നു. എന്നാൽ ഫറവോൻ തനിക്ക് അടിമകളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ ജനത്തെ വിട്ടയക്കുവാനായിട്ട് തയ്യാറായില്ല. അതിനാൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും തനിക്ക് അവിടെ ചെയ്തേണ്ടതായി വന്നു. അവസാനം ഫറവോൻ്റേതടക്കം മിസ്രയീമിലെ സകല കടിഞ്ഞൂലുകളെയും നിഗ്രഹിച്ചതിന് ശേഷമാണ് ഫറവോൻ ഇസ്രയേൽ ജനത്തെ വിട്ടയക്കുവാനായിട്ട് തയ്യാറായത്. ഇസ്രയേൽ ജനം അവിടെ നിന്ന് പോയ ശേഷവും ഫറവോൻ തൻ്റെ രഥങ്ങളും പടയാളികളുമായി പിഞ്ചെന്ന് അവരെ മടക്കി കൊണ്ടുവരുവാൻ തുനിഞ്ഞു. അപ്പോൾ ചെങ്കടലിനെ വിഭജിച്ച് ഇസ്രയേലിനെ അതിൻ്റെ നടുവേ കൂടി നടത്തി അവസാനം അവരെ അനുഗമിച്ച ഫറവോൻ്റെ സൈന്യത്തെ ചെങ്കടലിൽ മുക്കിക്കൊന്നുമാണ് ഇസ്രയേൽ ജനത്തെ ദൈവം രക്ഷിച്ചത്. എന്നാൽ ഈ ജനം യാത്രയുടെ തുടക്കത്തിൽ, അല്ലെങ്കിൽ ഇസ്രയേൽ ജനം യാത്രയുടെ തുടക്കത്തിൽ കുടിക്കാൻ വെള്ളമില്ലാത്തതിനെ ചൊല്ലി മോശയുമായി വഴക്കിടുകയും പിറുപിറുക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തെ പരീക്ഷിച്ചു. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങൾ. ഇസ്രയേലിയർ കാദേശ് ബർണയിലെത്തിയപ്പോൾ വാഗ്ദത്ത ദേശത്തെക്കുറിച്ചുള്ള യോശുവയുടെയും കാലേബിൻ്റെയും റിപ്പോർട്ട് സ്വീകരിക്കാതെ അവരോടൊപ്പം അങ്ങോട്ട് പോയ അവിശ്വാസികളുടെ വാക്ക് വിശ്വസിക്കുവാനായിട്ട് അവർ തയ്യാറായി. സംഖ്യാപുസ്തകം 13-26 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. അവർ മോശയ്ക്കും അഹ്റോനുമെതിരെ പിറുപിറുക്കുകയും ദൈവത്തെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്തു. തങ്ങളെ വാളാൽ വീഴാൻ വേണ്ടി മാത്രമാണ് ദൈവം അവരെ ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നതെന്ന് അവർ ആരോപിച്ചു. സംഖ്യാപുസ്തകം 14-1 മുതൽ 4 വരെ വാക്യങ്ങൾ. നല്ലവനായ ദൈവത്തെ സംശയിക്കുക, നമ്മുടെ ഏറ്റവും നന്മ ആഗ്രഹിക്കുന്ന ദൈവത്തെ മോശമായി ചിത്രീകരിക്കുക, ഇതിനേക്കാൾ വലിയൊരു അപരാധം ദൈവത്തോട് ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല. ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ശേഷവും അവർ ദൈവത്തോട് മത്സരിച്ചു എന്നതാണ് ദൈവത്തെ ഏറെ വേദനിപ്പിച്ചത്. അതാണ് ദൈവത്തെ ഏറ്റവും പ്രകോപിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ചില ചില്ലറ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇസ്രയേൽ ജനം പിറുപിറുത്തതുപോലെ നാമും പിറുപിറുക്കാറുണ്ടോ? ദൈവത്തിൻ്റെ നന്മയെ നാം ചോദ്യം ചെയ്യാറുണ്ടോ? തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ നാം പരാതി പറയുന്നവരാണോ? ഒന്നിലും ഒരു സംതൃപ്തി ഇല്ലാത്തവരാണോ? സ്തോത്രത്തിനും സ്തുതിക്കും പകരം ശാപവാക്കുകളാണോ നമ്മുടെ അധരങ്ങളിൽ നിന്നും പൊഴിയുന്നത്? എങ്കിൽ സൂക്ഷിക്കുക, അതിൻ്റെ അപകടം വളരെ ഭയാനകമാണ്. ഇസ്രയേൽ ജനത്തിൻ്റെ വായിൽ നിന്ന് വീണതുപോലെ തന്നെ അവർക്ക് സംഭവിച്ചു. അവരെല്ലാം മരുഭൂമിയിൽ പട്ടുപോയി. ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാവുന്ന ഒരു ചോദ്യം,
ദൈവം നമ്മുടെ സന്തോഷത്തിലും മഹത്വത്തിലും അത്രയധികം പ്രതിജ്ഞാബദ്ധനാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇത്ര കഠിനതരമായിരിക്കുന്നത്? അവൻ അത്രയധികം നമ്മെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇത്ര ദുഷ്കരമായിരിക്കുന്നത്? എബ്രായരുടെ പുസ്തകത്തിൽ നിന്നും അതിനുള്ള ഉത്തരം ജീവിതം ഒരു ദുർഘടമായ യാത്രയാണ്. കഷ്ടതയിൽ നിന്നും വിശ്രമത്തിലേക്കും, അന്യവൽക്കരണത്തിൽ നിന്നും സ്വന്തത്തിലേക്കും, ഒറ്റപ്പെടലിൽ നിന്നും ദൈവത്തിൻ്റെ മഹത്തായ നഗരത്തിലേക്കുമുള്ള ഒരു യാത്ര. കഷ്ടതയിൽ നിന്ന് സ്വസ്ഥതയിലേക്ക്, അന്യവൽക്കരണത്തിൽ നിന്ന് സ്വന്തത്തിലേക്ക്, ഒറ്റപ്പെടലിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്തായ നഗരത്തിലേക്കുള്ള യാത്ര. നാം എല്ലാവരും ആത്യന്തികമായിട്ടുള്ള ഒരു ഭവനത്തെ സ്വപ്നം കാണുന്നു. അവിടെ എത്തുവാനുള്ള ഏകമാർഗം യേശുവിൽ നമ്മുടെ കണ്ണുകളെ ഉറപ്പിക്കുക, അവൻ്റെ വചനത്തിന് ചെവി കൊടുക്കുക, അവൻ്റെ പാത പിന്തുടരുക, അവൻ്റെ വചനത്തിനെതിരെ മത്സരിക്കാതിരിക്കുക, അവൻ്റെ വചനത്തിനെതിരെ ഹൃദയം കഠിനപ്പെടുത്താതിരിക്കുക. നമ്മുടെ ഹൃദയം എങ്ങനെ കഠിനപ്പെടാതെ സൂക്ഷിക്കുവാൻ സാധിക്കും എന്ന കാര്യമാണ് അടുത്തതായി ഞാൻ പറയുവാനായിട്ട് പോകുന്നത്. ക്രിസ്തുവിന് ഏകദേശം 600 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യെഹെസ്കേൽ പ്രവചനത്തിൽ നിന്നും ഒരു വാക്യം ഞാൻ വായിക്കുകയാണ്. യെഹെസ്കേൽ പ്രവചനം 11:19. അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിൽ ആക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായ ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. യെഹെസ്കേൽ പ്രവചനം 36-26-27 വാക്യങ്ങളിൽ ഇത് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് പഴയ നിയമത്തിലെ ഒരു പ്രവചനമാണ്. ഇത് നൽകുവാനുണ്ടായ സാഹചര്യം എന്നത് ഇസ്രയേൽ തങ്ങളുടെ പാപത്തിൻ്റെയും വിഗ്രഹാരാധനയുടെയും ഒക്കെ ഫലമായി ബാബിലോണിൻ്റെ അടിമത്വത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ബൈബിൾ നാം പരിശോധിച്ചാൽ ഹൃദയമാണ് സകല പ്രശ്നത്തിൻ്റെയും കേന്ദ്രം എന്ന് കാണുവാനായിട്ട് കഴിയും. നാം എടുക്കുന്ന ഓരോ തീരുമാനവും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. നാം ആരാകുന്നു എന്നതിൻ്റെ സാരാംശമാണ് ഹൃദയം എന്നത്. നാം സ്വാഭാവികമായും സ്വയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരും പാപത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുവാനോ അവനെ അനുഗമിക്കുവാനോ താല്പര്യമില്ലാത്തവരുമാണ്. അതിനെയാണ് കഠിന ഹൃദയം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു ഹൃദയത്തെ നീക്കി ഞാൻ മാംസളമായുള്ള ഒരു ഹൃദയം നൽകുമെന്നാണ് യെഹെസ്കേൽ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ഹൃദയം നൽകുന്നത് എന്നും ഈ വാക്യങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് വേണ്ടിയാണ്. എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് വേണ്ടിയാണ് നമുക്ക് ഒരു പുതിയ ഹൃദയവും ഒരു പുതിയ ആത്മാവിനെയും നമുക്ക് നൽകിയിരിക്കുന്നത്. ക്രിസ്തുവിൽ നാം വീണ്ടും ജനിച്ചപ്പോൾ നമുക്ക് മാംസളമായുള്ള ഒരു ഹൃദയവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും നമുക്ക് ദൈവം തന്നു. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ വിധികളെയും ചട്ടങ്ങളെയും പ്രമാണിപ്പാനുള്ള ശക്തിയുണ്ട്, കഴിവുണ്ട്. കാരണം സാത്താന് നമ്മുടെ മേലുള്ള പിടി അയഞ്ഞു. ദൈവത്തെ അനുസരിപ്പാനുള്ള ആത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് നാം ഇന്ന് നടക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടാണ്. അതിനെക്കുറിച്ചാണ് എഫേസ്യ ലേഖനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ബാബുച്ചാച്ചൻ നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്കിലും
സാത്താന് നമ്മുടെ സാഹചര്യങ്ങളെ ഉപയോഗിച്ച് നമ്മെ പ്രലോഭനത്തിലേക്കും പരീക്ഷയിലേക്കുമൊക്കെ നയിക്കുവാനായിട്ട് കഴിയും. നമ്മിൽ പലരും വേദനയുടെയും കഷ്ടതയുടെയും രോഗത്തിൻ്റെയും നിരാശയിലൂടെയും കടന്നു പോകുന്നവരാണെന്ന് ഞാൻ അറിയുന്നു. വെല്ലുവിളി നിറഞ്ഞ ഈ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് ശത്രു നമ്മെ നിന്ദിതരും വ്രണിത ഹൃദയമുള്ളവരും ഒറ്റപ്പെട്ടവരും വികാരങ്ങൾക്ക് അടിമപ്പെട്ടവരും കയ്പിലും നീരസത്തിലും തളച്ചിടുന്നവരുമൊക്കെ ആക്കി തീർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള പ്രലോഭനങ്ങളിൽ നാം വീഴാതെ സൂക്ഷിക്കുക. ഇസ്രായേല്യരെ പോലെ പിറുപിറുക്കുന്നവരും ദൈവത്തിൻ്റെ നന്മയെ സംശയിക്കുന്നവരും ആകാതിരിക്കുക. രണ്ടാമതായി, നാം നമ്മുടെ ഹൃദയത്തിൽ കടക്കുവാൻ അനുവദിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധാലുവായിരിക്കണം. നമ്മൾ ശ്രദ്ധിക്കുന്ന വാർത്താ മാധ്യമങ്ങളും യൂട്യൂബുകളും സീരിയലുകളും സിനിമകളും യഥാർത്ഥത്തിൽ നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. അത് നാം ആയിത്തീരുന്ന വ്യക്തിത്വങ്ങളെ അത് രൂപപ്പെടുത്തി കൊണ്ടുവരുന്നു. അതുകൊണ്ട് അവയെ നാം നിസ്സാരമായി കാണരുത്. അവ നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസളത നശിപ്പിക്കുന്നു. അതിനാൽ വാർത്തകൾ വായിച്ചു കേൾക്കുമ്പോഴോ സീരിയലുകൾ കാണുമ്പോഴോ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴോ യൂട്യൂബ് ശ്രദ്ധിക്കുമ്പോഴോ ഈ ഉള്ളടക്കം എൻ്റെ ഹൃദയത്തെ മൃദുവാക്കുകയാണോ അതോ കഠിനമാക്കുകയാണോ എന്ന് നാം പരിശോധിക്കണം. അത് എന്നെ ദൈവത്തിലേക്കും അവൻ്റെ സ്നേഹത്തിലേക്കും അടുപ്പിക്കുകയാണോ അതോ അവനിൽ നിന്ന് അകറ്റുകയാണോ എന്ന് നാം ചോദിക്കണം. അക്രമം, അശുദ്ധി, നുണകൾ, പീഡനങ്ങളുടെ വാർത്തകൾ, ഉത്കണ്ഠ, ഗോസിപ്പുകൾ എന്നിവയോട് സെൻസിറ്റി നഷ്ടപ്പെട്ടവരായി അഥവാ സംവേദനക്ഷമതയില്ലാത്തവരായി മാറുന്നത് വളരെ എളുപ്പമാണ്. ഇവയെല്ലാം തന്നെ മാധ്യമങ്ങൾ മുതലെടുക്കുകയും ചെയ്യുന്നു. അതിനാൽ നമ്മൾ സെൻസിറ്റീവും മൃദുല ഹൃദയരുമായിരിക്കണമെങ്കിൽ വിനാശകരമായിട്ടുള്ള ഇൻപുട്ടുകളിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. മൂന്നാമതായി, മറ്റുള്ളവരുമായി ആഴത്തിലുള്ള ഒരു ബന്ധം നാം സൂക്ഷിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും നമ്മുടെ ഹൃദയം തുറക്കണം. അതായത് നമ്മുടെ പോരാട്ടങ്ങളെയും ബലഹീനതകളെയും കുറിച്ച് സഹവിശ്വാസികളോട് പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതിനർത്ഥം നമുക്ക് ആത്മീയ തലത്തിൽ സഹായം ആവശ്യമുള്ളപ്പോൾ അത് ചോദിക്കുവാനും ആ വ്യക്തിയെ ആത്മാർത്ഥമായി സഹായിക്കുവാനും നമുക്ക് കഴിയണം. ഇത് നമ്മെ മാംസള ഹൃദയമുള്ളവരായിട്ട് തീരുവാനായിട്ട് സഹായിക്കും. നാലാമതായി, നമ്മുടെ പാപം ഏറ്റുപറയുക. നമ്മുടെ ഹൃദയം കഠിനമായി തീരുന്നതിനുള്ള ഒരു കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കാത്ത പാപമാണ്. നമ്മുടെ പാപങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ഹൃദയങ്ങളെ മൃദുവാക്കുന്നു. നമ്മുടെ പാപങ്ങൾ കർത്താവിനോടും മറ്റുള്ളവരോടും ഏറ്റുപറയേണ്ടത് പ്രധാനമാണ്. കൺഫെഷൻ നമ്മെ കർത്താവിനോടും അവൻ്റെ സൗമ്യമായ തിരുത്തലിനോടും സംവേദനക്ഷമതയുള്ളവരാക്കി നിർത്തുന്നു. അഞ്ചാമതായി, മറ്റുള്ളവരോട് ക്ഷമിക്കുക. നമ്മുടെ സ്വന്തം പാപം മാത്രമല്ല, മറ്റുള്ളവർ നമ്മോട് ചെയ്ത പാപങ്ങളും നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുന്നു. മറ്റുള്ളവർ നമ്മോട് ചെയ്ത അന്യായത്തെ പ്രതി അവരോട് കയ്പോടെ ഇരിക്കുവാൻ വലിയ സാധ്യതയുണ്ട്. എൻ്റെ അനുഭവത്തിൽ ക്ഷമ നമ്മുടെ ഹൃദയത്തിന് ഒരു നല്ല ഔഷധമാണ്. അത് നാം ആർജിച്ചെടുക്കുന്ന ഒന്നല്ല. ഈ പാപക്ഷമ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല, മറിച്ച് ദൈവം നമ്മോട് കാണിച്ച പാപക്ഷമ മറ്റുള്ളവരിലേക്ക് ഒഴുകുവാൻ അനുവദിക്കുന്നതാണ്. അതായത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തെറ്റുകൾ നമ്മോട് ക്ഷമിച്ചതിന് ശേഷമാണ് ദൈവം നമ്മോട് പറയുന്നത് ഈ 50 അല്ലെങ്കിൽ 100 വെള്ളിക്കാശുള്ള സഹോദരനോട് ക്ഷമിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത്.
അത് ഒരിക്കൽ മാത്രമായി പരിമിതപ്പെടുത്താനുള്ളതല്ല, മറിച്ച് തുടർമാനമായി നാം അനുവർത്തിക്കേണ്ട ഒന്നാണ്. ഇത് നമ്മുടെ ഹൃദയങ്ങളെ ക്രമേണ സുഖപ്പെടുത്തുകയും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്നു. അവസാനമായി കരച്ചിലിനെ പുൽകുക, അല്ലെങ്കിൽ കരച്ചിലിനെ ആശ്ലേഷിക്കുക. ഹന്ന ദൈവസന്നിധിയിൽ കരഞ്ഞതുപോലെ, ഇയ്യോബ് ദൈവസന്നിധിയിൽ തൻ്റെ സങ്കടങ്ങളെ ബോധിപ്പിച്ചതുപോലെ, ഏലിയാവ് ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും ഭീഷണിയിൽ ദൈവം മുമ്പാകെ വിലപിച്ചതുപോലെ, ദാവീദ് തൻ്റെ വിഷമഘട്ടങ്ങളിൽ കണ്ണീർ കൊണ്ട് തൻ്റെ തലയിണയെ കുതിർത്തതുപോലെ, കർത്താവ് ലാസറിൻ്റെ കല്ലറയിൽ കരഞ്ഞതുപോലെ, നമ്മുടെ വേദനാവേളകളിൽ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ പകരുന്നത് നമ്മുടെ ഹൃദയത്തെ മാംസളമാക്കി തീർക്കുവാനായിട്ട് സഹായിക്കും. ഈ കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടാതെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. മൂന്നാമത്തെ പ്രധാന പോയിൻ്റായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, അവിശ്വാസത്താൽ ഹൃദയം കഠിനമാക്കുന്നതിൻ്റെ പരിണതഫലം ദൈവത്തിൻ്റെ ന്യായവിധിയെ അഭിമുഖീകരിക്കുക എന്നതാണ്. ദൈവത്തിൻ്റെ ന്യായവിധിയെ അഭിമുഖീകരിക്കുക. 10-ാം വാക്യം, 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനം എന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. തങ്ങളുടെ പൂർവികരോട് ദൈവം ഒരു ശപഥത്തിലൂടെ ഉറപ്പിച്ച അവൻ്റെ വാഗ്ദാനം വിശ്വസിക്കുവാൻ വിസമ്മതിച്ച ഇസ്രയേൽ ജനം കർത്താവിനോട് അവജ്ഞയോടെ പെരുമാറി. മന്ന, പാറയിൽ നിന്നുള്ള വെള്ളം, ശത്രുക്കളിൽ നിന്നുള്ള വിടുതൽ എന്നിങ്ങനെയുള്ള ദൈവത്തിൻ്റെ കൃപയുടെ അനേകം അടയാളങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിച്ചു. എന്നാൽ അവരുടെ പെരുമാറ്റം അവരുടെ ഹൃദയങ്ങൾ എപ്പോഴും തെറ്റിപ്പോകുന്നുവെന്നും തൻ്റെ വഴികളെ അവർ അറിഞ്ഞിട്ടില്ലെന്നുമുള്ള നിഗമനത്തിലേക്ക് ദൈവത്തെ നയിച്ചു. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവർ പതിവായി കണ്ടവരെങ്കിലും അവർ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ അംഗീകരിക്കുകയോ തങ്ങളുടെ ജീവനായുള്ള അവൻ്റെ ഇഷ്ടം സ്വീകരിക്കുകയോ ചെയ്തില്ല. അതിൻ്റെ ഫലമായി കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു, ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഇത് സംഖ്യാപുസ്തകം 14-ന്റെ 23-ന്റെ ഉദ്ധരണിയാണ്. എങ്കിലും ഇതിൻ്റെ സന്ദർഭം മനസ്സിലാക്കുവാൻ സംഖ്യാപുസ്തകം 14-ന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. എങ്കിലും എന്നാണ ഭൂമിയെല്ലാം യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. എൻ്റെ തേജസ്സും മിസ്രൈമിലും മരുഭൂമിയിലും ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല. എന്നെ നിരസിച്ചവർ ആരും അത് കാണുകയില്ല. ഈ പ്രയോഗത്തെ ഞാൻ ഈ നിലയിൽ വ്യാഖ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചാൽ പിന്നെ ഞാൻ ദൈവമായിരിക്കയില്ല. എത്ര ഗൗരവമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. എന്നെ അവിശ്വസിക്കുകയും ധിക്കരിക്കുകയും ചെയ്ത ഇങ്ങനെയുള്ളവർ വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചാൽ പിന്നെ ഞാൻ ദൈവമെന്ന് പറഞ്ഞിരുന്നിട്ട് എന്ത് കാര്യം എന്നാണ് യഹോവ ഇവിടെ പറയുന്നത്. ദൈവത്തെ അവിശ്വസിക്കുകയും ധിക്കരിക്കുകയും ചെയ്യുന്നത് ദൈവത്തിനൊരിക്കലും അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയുന്ന കാര്യമല്ല. ഇസ്രയേലിന് സംഭവിച്ച ഈ പരാജയമാണ് വർത്തമാനകാല വിശ്വാസികളുടെ പ്രബോധനത്തിനായി എബ്രായ ലേഖനകാരൻ ചൂണ്ടിക്കാട്ടുന്നത്.
അവർ ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിക്കുന്നതിൽ പരാജയപ്പെട്ടു. അതിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ജ്വലിക്കുന്നതിന് കാരണമായി തീർന്നു. ആ കോപത്തിൽ ദൈവം ഒരു ശപഥം ചെയ്തു, അവർ എൻ്റെ വിശ്രമത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. അവരുടെ അനുസരണക്കേട് അവിശ്വാസത്തെയാണ് കാണിക്കുന്നത്. അവിശ്വാസം അവരുടെ ഹൃദയത്തെ കഠിനമാക്കി. അതവരെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കുന്നതിൽ പരാജയപ്പെടുത്തി. ഭാഗ്യവശാൽ പഴയ നിയമത്തിലോ എബ്രായ ലേഖനത്തിലെ ഈ ഉദ്ധരണിയിലോ മത്സരത്തിലെന്ന പോലെ നിങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ എബ്രായ വിശ്വാസികൾ ചെയ്തു എന്ന വാക്കോ അങ്ങനെയൊരു ആശയമോ ഇവിടെ കാണാൻ കഴിയുന്നില്ല. അതായത് എബ്രായ വിശ്വാസികൾ തങ്ങളുടെ പൂർവികരെ പോലെ പെരുമാറി, അതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധിയെ അഭിമുഖീകരിച്ചു കൊള്ളുക എന്നല്ല ഇവിടെ പറയുന്നത്. പൂർവികരുടെ പ്രവൃത്തി നിങ്ങൾ ആവർത്തിക്കരുത് എന്ന മുന്നറിയിപ്പാണിത്. പൂർവികരുടെ പ്രവൃത്തി നിങ്ങൾ ആവർത്തിക്കരുത്. അപ്പോൾ ഇത് സ്വയം പരിശോധനയ്ക്കുള്ള ഒരു ആഹ്വാനമാണ്. സ്വയം പരിശോധനയ്ക്കുള്ള ആഹ്വാനം. നിങ്ങളുടെ ഹൃദയം ദൈവത്തിനെതിരെ കഠിനമാക്കി മുന്നോട്ട് പോകുന്നവരോ, മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്തവരോ, ആരെങ്കിലും നിങ്ങൾക്കെതിരെ കൈ ചൂണ്ടുന്നതുവരെ കാത്തിരിക്കാതെ സ്വയം പരിശോധിച്ച് തെറ്റുതിരുത്തൽ നടത്തുക. ഇനി ആരെങ്കിലും നിങ്ങൾ തിരുത്തണം എന്ന് ആവശ്യപ്പെട്ടാൽ അതിനോട് മത്സരിക്കാതെ അതിന് തയ്യാറാകുക. സ്വയപരിശോധനയ്ക്ക് നിങ്ങൾ തയ്യാറായാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നല്ല ഓപ്ഷനായിരിക്കും. കാരണം അപ്പോൾ നിങ്ങളും ദൈവവും മാത്രമേ ആ തെറ്റ് അറിഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ, മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. അവർ അറിയുന്നതുവരെ കാത്തിരിക്കാതെ സ്വയം തിരുത്തുക. ഇനി ഇതിൻ്റെ വർത്തമാനകാല പ്രസക്തി എന്താണ് എന്ന് ഇനി പരിശോധിക്കാം. ഈ ഉദാഹരണം മുൻനിർത്തി രക്ഷ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന കാര്യമാണ് ഞാൻ ഇനി പരിശോധിക്കുവാനായിട്ട് പോകുന്നത്. മരുഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവരെ മാതൃകാപരമായി ഉപയോഗിക്കുന്ന പ്രസംഗകൻ തൻ്റെ ശ്രോതാക്കൾക്ക് സംഭവിക്കാവുന്ന വലിയ അപകടത്തെ സ്ഥിരീകരിക്കുന്നു. കാരണം യഥാർത്ഥ സമാന്തരം ഇല്ലെങ്കിൽ ഉദാഹരണം ഉപയോഗശൂന്യമാകും. അതിനർത്ഥം എബ്രായരുടെ വായനക്കാർ അനുസരണക്കേട് ഒഴിവാക്കിയില്ലെങ്കിൽ ദൈവം അവരെ അക്ഷരാർത്ഥത്തിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി കൊല്ലും എന്നല്ല. രക്ഷ നഷ്ടപ്പെടുന്നതിലൂടെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്നതിന് ഈ ചിത്രം നേരിട്ട് യോജിക്കുന്നു എന്ന് പിടിവാശിയോടെ പറയാനും നാം മുതിരരുത്. എന്നാൽ ഈ സാധ്യതയെ നാം അഭിസംബോധന ചെയ്യേണ്ടതും ആവശ്യമാണ്. മരുഭൂമിയിൽ വീണുപോയവർക്ക് വരാനിരിക്കുന്ന ജീവിതത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യത്തിൽ യഹൂദ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. എബ്രായ ലേഖനകാരൻ അതിനെക്കുറിച്ച് പ്രത്യേകമായി ഒന്നും പറയുന്നുമില്ല. ആ സ്ഥിതിക്ക് എഴുതിയിരിക്കുന്നതിലപ്പുറം ഭാവിക്കാതിരിക്കുന്നതാണ് നല്ലത്. വീണുപോയവരുടെ ചിത്രം ന്യായവിധിയുടെ വ്യക്തമായ ചിത്രവും കഠിനവും പാപപൂർണമായ ഹൃദയം കാരണം ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള ഭയാനകമായ സാധ്യതയും ഇത് നൽകുന്നു എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വീണുപോയവരുടെ ചിത്രം ന്യായവിധിയുടെ വ്യക്തമായ ചിത്രവും കഠിനവും പാപപൂർണമായ ഹൃദയം കാരണം ദൈവത്തിൽ നിന്ന് സ്വയം അകന്നു പോകുവാനുള്ള ഭയാനകമായിട്ടുള്ള ഒരു സാധ്യതയും ഇത് നൽകുന്നു. ഈ വിധിയുടെ കൃത്യമായ സ്വഭാവം ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിലും ഇവിടെ ചിത്രീകരിക്കുന്ന അപകടം ഗുരുതരമാണ്. അവിശ്വാസത്തിലൂടെയും അനുസരണക്കേടുകളിലൂടെയും ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന ഏതൊരാളും
ദൈവത്തിൻ്റെ ക്രോധത്തെ അഭിമുഖീകരിക്കുമെന്ന് അവരുടെ ഉദാഹരണം കാണിക്കുന്നു. അപ്പോൾ ഇതുവരെ പറഞ്ഞു വന്നത് ഞാൻ സംഗ്രഹിക്കുകയാണ്. ഒന്നാമതായി ഞാൻ പറഞ്ഞത് ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണെങ്കിലും വർത്തമാനകാല പ്രാധാന്യം ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. രണ്ടാമതായി, അവിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. മൂന്നാമതായി, അവിശ്വാസത്താൽ ഹൃദയം കഠിനമാക്കുന്നതിൻ്റെ പരിണതഫലം ദൈവത്തിൻ്റെ ന്യായവിധിയെ അഭിമുഖീകരിക്കുക എന്നതാണ്. ക്രിസ്തീയ ജീവിതം മരുഭൂമിയിലെ ഒരു യാത്ര പോലെ ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ മെച്ചപ്പെട്ട സമയങ്ങൾ വളരെ ചുരുങ്ങിയതും ദുർഘട സമയങ്ങൾ ഒരുപക്ഷെ ദീർഘമേറിയതുമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടേക്കാം. ദൈവം നമ്മുടെ വിളിപ്പുറത്തിനപ്പുറത്താണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ മനുഷ്യരുടെ എല്ലാ കഷ്ടപ്പാടുകളും നന്നായി അനുഭവിച്ച യേശു ഏറ്റവും അനുകമ്പയോടും വിവേകത്തോടെയും നമ്മെ ഉപദേശിക്കുന്നു. അവൻ നമ്മുടെ വിശ്വസ്ത മഹാപുരോഹിതനും ശക്തനായിട്ടുള്ള രാജാവുമാണ്. ക്രൂശിൽ താൻ സ്വയം ബലിയർപ്പിച്ചപ്പോൾ അതിരുകളില്ലാത്ത സ്നേഹവും നീതിയും നമ്മോട് കാണിച്ചു. തെറ്റുകളും പാപങ്ങളും നമ്മിലുണ്ടായിരുന്നിട്ടും അവിടുന്ന് നമ്മെ സ്വീകരിച്ചു. അത് ആവശ്യനേരത്ത് നമ്മെ കൈവിട്ട് കളയാൻ വേണ്ടിയല്ല, നമ്മുടെ പരീക്ഷകളിൽ നമ്മെ കൈപിടിച്ച് നടത്താൻ വേണ്ടിയാണ്. ആകയാൽ പിതാവേ, എൻ്റെ കയ്യിൽ പിടിച്ചുകൊള്ളണമേ, എന്നാൽ ഞാൻ സുരക്ഷിതനായിരിക്കും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.